ടെക്നോളജിസ്റ്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയിൽ കടന്നു വരുമ്പോൾ ഒരിക്കലും ഈ ബിസിനസ്സിൽ വിജയിക്കുമെന്നോ ഇതിന് വലിയ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞു വന്നതല്ല, എന്നെ പരിചയപ്പെടുത്തിയത് ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നത് എന്ന് കമ്പനിയുടെ തന്നെ നാഷണൽ ടീം കോർഡിനേറ്ററായ അഡ്വക്കേറ്റ് രാജീവ് സാറാണ്. അദ്ദേഹത്തിന് കുറച്ച് ഉൽപ്പന്നം അദ്ദേഹത്തിന് നിർബന്ധത്തിന് വഴങ്ങി എടുക്കുകയും ഉപയോഗിക്കുകയും വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയും നിർത്തുകയും ചെയ്ത വ്യക്തിയാണ്. നിർത്തിയത് കാരണം കൊണ്ടല്ല, എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്നോട് ചോദിച്ചു, നിനക്ക് പറ്റിയ പണിയാണോ ഇത്, നിനക്ക് നല്ല ജോലി ഉണ്ടല്ലോ, ജോലിയുള്ളൂ, കൂലി എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അദ്ദേഹം ആളുകൾ എങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴും ഇത് നല്ല ബിസിനസ് ആണെന്നും വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ആണെന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മളത് നിർത്തി. പക്ഷെ ഉൽപ്പന്നം വാങ്ങിച്ച വ്യക്തികൾ ഉൽപ്പന്നത്തെ കുറിച്ച് പിന്നെയും വന്ന് ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായ 3 കാര്യങ്ങളാണ് എന്നെ ഈ ബിസിനസ്സിൽ ഉറപ്പിച്ചു നിർത്തിയത്. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. എന്ത് ചെയ്യുമ്പോഴും സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ പണിയെടുത്തിട്ട് കാര്യമുള്ളൂ. ഇവിടെ സാധ്യതയുണ്ടോ, ഡയറക്ഷൻ ഇൻഡസ്ട്രിക്ക് സാധ്യതയുണ്ടോ എന്ന് അറിയാൻ ഒന്നാമത് നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ജീവിതശൈലി രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, ക്യാൻസർ. സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാവരുടെയും വീട്ടിലെ, എല്ലാവരുടെയും പഞ്ചായത്തിലുണ്ട്. ഇത് മാറണമെങ്കിൽ വെൽനസ് പ്രോഡക്റ്റിന്റെ ഉപയോഗം കൂട്ടണം. പണ്ട് കാലത്തൊക്കെ രാവിലെ എഴുന്നേറ്റ് നടക്കുന്ന ആൾക്കാരാണ് കുറവായിരുന്നു. ഇന്ന് റോട്ടിൽ നോക്കിയാൽ 2 സാധനയെ കാണുള്ളൂ. 1 പട്ടി, 2 രാവിലെ നടക്കുന്ന ആൾക്കാർ. എന്താ എണ്ണം കൂടിയത്? വീട്ടിൽ ഒരിടത്തിന് ഷുഗർ വന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കാണുമ്പോൾ പഴുത്തപ്പലവരെ വീഴുമ്പോ പച്ചപ്പലവരെ ചിരിക്കണമെന്ന് കേട്ടിട്ടില്ലേ? അതായത് വീട്ടിൽ ഒരിടത്തിന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നാളെ എനിക്കും ഇത് സംഭവിക്കുന്ന പേടിയുണ്ട്. കുറെ ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വെൽനസിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുക. അസുഖം വന്നിട്ടല്ല ചികിത്സിക്കേണ്ടത്, അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പ്രോഡക്റ്റ്, വെൽനസ് പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനി ഏതെന്ന് ചോദിച്ചാൽ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്, ലോകത്തെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ്, ഇൻഫർമേഷൻ ടെക്നോളജി. ആമസോണും ഫ്ലിപ്കാർട്ടിനും ഈബേക്കും സ്നാപ്ഡീലും ഓയിലും ഒക്കെ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് കാശുണ്ടാക്കണമെങ്കിൽ അതേ പ്ലാറ്റ്ഫോം ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് കാശുണ്ടാക്കാൻ പറ്റിയ ഇന്ത്യയിലെ നമ്പർ 1 പ്ലാറ്റ്ഫോം ആണ്. അങ്ങനെ പ്ലാറ്റ്ഫോമിലെ കമ്പനിയാണ്. മൂന്നാമത് നമ്മൾ നോക്കേണ്ടത്, ലോകത്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് ആരും കോടീശ്വരനായിട്ടില്ല. ഒറ്റയ്ക്ക് പണിയെടുക്കുന്നവരൊക്കെ പണിയെടുത്ത് നടുപൊടിയെന്നല്ലാതെ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്കിംഗ് അവർക്കുണ്ടാകാം. നിങ്ങൾ കണക്കുകൾ എടുത്ത് നോക്കിക്കോ. യൂസഫ് അലി കോടീശ്വരനാണ്, അംബാനി കോടീശ്വരനാണെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു കോടി ഉണ്ടാക്കുന്നത്? അവരെ കൂടെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിച്ച് ആ തൊഴിലാളികൾ വർക്കിംഗ് അവർ ഉപയോഗിക്കുമ്പോഴാണ് അവർ കോടികൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ വർക്കിംഗ് അവർ ഉപയോഗിക്കണമെങ്കിൽ പോലും ഇറക്കാൻ പൈസ വേണം. എന്നാൽ ഒട്ടും വർക്കിംഗ് അവർ കൂട്ടാൻ പറ്റുന്ന, അതായത് സിമ്പിൾ ആയിട്ട് വർക്കിംഗ് അവർ കൂട്ടാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ് ഈ ബിസിനസ്. എങ്ങനെയെന്ന് അറിയാവോ? നിങ്ങൾ ബിസിനസ്സിൽ വന്നു, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അവസരം കൊടുത്തു, അവർക്ക് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്ത് അവരുടെ വർക്കിംഗ് അവർ നിങ്ങളുടെ വർക്കിംഗ് അവറായിട്ട് മാറുമ്പോൾ വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലില്ല. അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട നമ്പർ 1 കമ്പനിയാണ് ദാറ്റ് ഈസ് മൈലൈസേഷൻ. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാതിരുന്നത് നമ്മളാരാ? നാളെ നമ്മുടെ പിള്ളേരെ വിളിക്കും, പോട്ടാ 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 വിളിക്കും. അപ്പുറത്തെ വീട്ടിലെ കാറ്, ഇപ്പുറത്തെ വീട്ടിൽ കാറ് കണ്ടില്ലെങ്കിൽ, നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കാറ്, നമ്മുടെ വീട്ടിൽ കാറില്ലെങ്കിൽ മക്കൾ ചോദിക്കും, എന്താ വാപ്പച്ചിയെ അവിടെ അയാൾ മൈലേക്ക് ഇത് കാറുണ്ടാക്കി, അപ്പ എവിടെ പോയിക്കായിട്ട്? ഈ ചോദ്യത്തെ പേടിച്ചുകൊണ്ടാണ് ഈ ബിസിനസിനെ മനസ്സിലാക്കിയപ്പോൾ ചെയ്തു തുടങ്ങിയത്. സുഹൃത്തുക്കളെ, ഇന്ന് 7 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം എന്റെ ഇവിടെ 10,000-ന് പുറത്ത് ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. സ്വന്തം എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വെച്ചാണ് കടന്നു വന്നത്. കാരണം എന്തെങ്കിലും വരുമ്പോൾ ഒരു ബൈക്ക് മാത്രമേ ഉള്ളെങ്കിൽ ഇന്ന് 12 ലക്ഷം രൂപ വരെയുള്ള കാറിൽ സഞ്ചരിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്നെ വിശ്വസിച്ച് വന്ന 20 പേര് സ്വന്തം കാർ ഉപയോഗിക്കുന്നു. അവരൊക്കെ കാറിലോട്ട് മാറിയപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് മൈലേഫിന്റെ കാശുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയും മണ്ടക്കുള്ള ഓപ്പർച്യൂണിറ്റി കേൾക്കാനാണ് സുഹൃത്തോ ബന്ധോ അയൽവാസി പിടിച്ച് വലിച്ചോണ്ട് കൊണ്ട് നിർത്തിയേക്കുന്നത്. അവരെ ഒന്ന് വിശ്വസിച്ച് അവരെ കൂടെ നിന്ന് കൊടുത്താൽ ഷുവർഷോട്ട് അവര് വിജയിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ നിങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. ഏറ്റവും റൈറ്റ് ടൈമിലാണ് നമ്മൾ ബിസിനസ്, ഏറ്റവും റൈറ്റ് ടൈം. എന്തുകൊണ്ടാണ്? ഈ വരുന്ന 19-ാം തീയതി, ഫെബ്രുവരി മാസം 19-ാം തീയതി നമ്മുടെ കമ്പനിക്ക് വേണ്ടി മാത്രമല്ല, കേരള സർക്കാരിന്റെ ഗൈഡ് ലൈനും മറ്റു കാര്യങ്ങളെല്ലാം
19-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് പാസ്സാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ 10,000 പേരെന്തായാലും പങ്കെടുക്കും. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് പല മന്ത്രിമാരും ട്രേഡ് യൂണിയനുകളും കമ്പനികളുമായിട്ടുള്ള ഇന്നത്തെ ഒരു മീറ്റിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ND വിനോദ് സാറൊക്കെ അതിൽ പോകേണ്ട, കാരണം ഇന്നത്തെ മീറ്റിംഗുകൾ കൊണ്ടാണ് അദ്ദേഹം പോകാതിരുന്നത്. അതായത് നമുക്ക് വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും റെഡിയാണ്. വട്ടി വെട്ടിയിട്ടുള്ളോ, അടി തുടങ്ങിയിട്ടില്ല. ഇന്ന് വരെ ബിസിനസ് നടന്നിട്ടില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നടക്കാൻ പോകുന്നേ ഉള്ളൂ. സോ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഓപ്പർച്യൂണിറ്റി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ജഗദീശ്വരൻ നിങ്ങൾ ഓരോരുത്തരും തുടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.